അയ്യാ ഞാൻ തലയിടിച്ച് വിചാരിച്ചതുപോലെ സംഭവിച്ചു. ഞാൻ ആദ്യം അത് പറയാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ വീണില്ലല്ലോ ഉണ്ടായിരുന്നു, പക്ഷെ വീണ്. നമ്മുടെ മറ്റേ 2 വണ്ടി അവിടെ സേഫാണെന്ന് വിചാരിക്കുന്നു. അതൊന്നോ കുറച്ച് നടക്കാൻ എനിക്ക് നടക്കാൻ എന്ത് കുഴപ്പം. അത് പൊയ്ക്കള് മതിലാടാ. ഉണ്ട് അവിടെ തന്നെ കിടപ്പുണ്ട് 2 വണ്ടി. ഇനി നമുക്ക് G-Wagon എടുത്തോണ്ട് പോകാം ഗൈസ്. G-Wagon ഡിഫൻഡർ നടക്കൊണ്ട് ഇടാം, അതല്ലേ പഴയ വണ്ടി. ഡിഫൻഡർ നടക്കിട്ടിട്ട് ഇത് രണ്ടും ഡിസൈഡ് ഇടാം. ഓക്കെ, ഞാൻ അൺലോക്ക് ചെയ്തു. കീ എൻ്റെ കയ്യിലായിരുന്നു, അത് കുഴപ്പമില്ല. പോകാം. നമുക്കിനി ഒരു വീഡിയോയിൽ നമ്മുടെ ഈ വണ്ടികളുടെയൊക്കെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ്. ഈ ട്രവർ ഇനി പുതിയ വല്ല റേസ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ക്രോർപ്പതിയാവും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങ് ഗ്രീഡി ആവാൻ പാടില്ല ഗൈസ്. ഗ്രീഡി ആയാൽ ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. ആ ഒരു ബ്ലസ്സിങ് വേണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഐശ്വര്യമായിട്ട് കയറ്റാം. കറിക്കോളൂ. എൻ്റെ അമ്മ. ഓക്കെ, അയ്യോ അവിടെ ഇത്ര മതി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഡിഫൻഡർ എടുത്തോണ്ട് വരട്ടെ ഗൈസ്. പിന്നെ ഈ ഗെയിമിൽ നമുക്ക് ടാറ്റയുടെ വണ്ടി ഒന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇത് ടാറ്റ സിയറ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സിറ്റിയിലത്തെ ആദ്യത്തെ ടാറ്റയുടെ വണ്ടിയായിരുന്നു. ടാറ്റയ്ക്ക് നമ്മുടെ സിറ്റിയിൽ ഒരു മുന്നേ നമ്മുടെ സിറ്റിയിൽ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിയും ഇല്ലായിരുന്നു. ഇപ്പോഴാ വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ടാറ്റയെ പറ്റി വേറെ സിറ്റിയിലൊക്കെ. ഇന്ത്യയിലെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ടാറ്റ ഉണ്ട്, പക്ഷെ നമ്മുടെ സിറ്റിയിൽ ടാറ്റ ഇല്ലായിരുന്നു. അതാണ്. വേറെ എവിടെയൊക്കെ ടാറ്റ ഉണ്ട്, പക്ഷെ നമ്മുടെ സിറ്റിയിൽ ഇല്ല. ഇത് ഇന്ത്യ തന്നെയാണ്, നമ്മുടെ സിറ്റിയിൽ ടാറ്റ ഇല്ലായിരുന്നു. അതാണ്. ഇത് ആദ്യത്തെ വണ്ടിയാ. ഓക്കെ, ടാറ്റ സിയാര. പിന്നെ ടാറ്റ ഒഴിക്ക് നോക്കുകയാണെങ്കിൽ വേറെ നമ്മുടെ ഈ സിറ്റിയിൽ വേറെ ഒരു വണ്ടി ഇല്ലാത്ത ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ റിനോൾട്ടിൻ്റെ ആണ്. റിനോൾട്ടിൻ്റെ ഒരു വണ്ടി